നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയെ കാത്ത് കേരളം. ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച വൈകിട്ട്. വയനാട്ടിലും കോഴിക്കോടും രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ പോസ്റ്റർ. അതൃപ്തി പരസ്യമാക്കിയ ഘടകകക്ഷികൾ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ഉറച്ച് മുസ്ലിം ലീഗ്. ജനവികാരം മാനിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ തീരുമാനമാകാതെ CPM. സംസ്ഥാന സമിതി യോഗം ചേരുന്നു. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ചർച്ചാ വിഷയം. CPI-യിൽ പൊട്ടിത്തെറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. ഗ്രാമിന് വർദ്ധിച്ചത് 1,275 രൂപ. വില വർധനയ്ക്ക് കാരണം ഇറക്കുമതി തീരുവ കൂട്ടിയത്. ഊർജ്ജ പ്രതിസന്ധിയിൽ സുപ്രധാന തീരുമാനവുമായി കേന്ദ്രം. സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കാൻ SPGക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ. $144 പേരുടെ പിന്തുണയോടെ വിശ്വാസം തെളിയിച്ച് TVK. 25 AIADMK MLA-മാർ വിജയിക്കൊപ്പം. സർക്കാരിനെതിരെ വോട്ട് ചെയ്തത് 22 പേർ മാത്രം. രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത N. രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത് 5ാം തവണ. BJP-യിൽ നിന്നും A. നമശിവായെ മന്ത്രിപദത്തിൽ. അധികാരമേറ്റത് മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേരളത്തിലും വ്യാപക പ്രതിഷേധം. SFI പ്രവർത്തകരുടെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള മാർച്ചിൽ സംഘർഷം. ചോർത്തിയ നീറ്റ് ചോദ്യപേപ്പർ കേരളത്തിലും എത്തിയതായി സൂചന. അന്വേഷണം 10 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് CBI. ക്രമക്കേടിൽ സുപ്രീം കോടതി ഇടപെടൽ തേടി ഹർജി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക്. ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക കൂടിക്കാഴ്ച നാളെ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വ്യാപാര കരാറുകൾ നിലവിൽ വരും. പശ്ചിമേഷ്യൻ സംഘർഷവും ചർച്ചയാകും. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകും. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെയും തമ്മിലുള്ള അവസാനവട്ട ചർച്ച വൈകിട്ടെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ഘടകകക്ഷി നേതാക്കളെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചേക്കും. എത്രയും വേഗത്തിൽ ഹൈക്കമാൻഡിൽ നിന്നും ഒരു തീരുമാനമുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശുഭവാർത്ത ഇന്നു തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അതിനായിട്ട് കാത്തിരിക്കുന്നു. വെയിറ്റ് ചെയ്യാം. എനിക്ക് സോണിയാജി ഹോസ്പിറ്റലായിരുന്നു എന്ന് അറിയാമല്ലോ. എൻ്റെ ചെറിയ താമസം വരാം. ഏതായാലും നല്ല തീരുമാനത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നു. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കേരളത്തിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഫലം വന്നു 10ാം ദിനവും മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകുന്നില്ല. പ്രഖ്യാപനം നീളുകയാണ്. അതായത് ഹൈക്കമാൻഡിനും ഒരു അന്തിമ പേരിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം കോൺഗ്രസിൽ ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നേതാക്കൾ നൽകുന്ന സൂചന. അവസാനവട്ട ചർച്ച നടക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും തമ്മിലാണ്. ഇന്ന് വൈകിട്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഒരു അന്തിമ പ്രഖ്യാപനം നടത്തും. അത് AICC നേതൃത്വം ഒരു വാർത്താക്കുറിപ്പിലൂടെയോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലൂടെയോ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. പക്ഷേ അതിന്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങളാൽ സോണിയാഗാന്ധി ആശുപത്രി
പ്രതിസന്ധിയിലാവുകയും നിലവിൽ സോണിയാഗാന്ധി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് കേരളത്തിലേക്ക് പോകാനും ഹൈക്കമാൻഡ് നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ആ യാത്രയും ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അതായത് ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഇപ്പോഴും ഹൈക്കമാൻഡ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അവകാശവാദം അവസാന നിമിഷത്തിലും തുടരുകയാണ്. ഹൈക്കമാൻഡിന്റെ മനസ്സിൽ KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി പോകട്ടെ എന്ന തീരുമാനമാണ് ഉള്ളതെങ്കിൽ പോലും VD സതീശൻ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഒപ്പം ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കിടയിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടുമാണ് അത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്കും അന്തിമ പ്രഖ്യാപനത്തിലേക്കും കോൺഗ്രസിന് കടക്കാൻ സാധിക്കാത്തത്. ഏതായാലും തർക്കം തുടരുകയാണ്. ചർച്ചകൾ തുടർച്ചയായി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നു. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ മുൻ KPCC അധ്യക്ഷന്മാർ K മുരളീധരനും K സുധാകരനും MMSനും ഉൾപ്പെടെയുള്ളവർ, കൂടാതെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാർ, ഇവരുമായെല്ലാം തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. അവരെല്ലാം തന്നെ നിയമസഭാ കക്ഷി യോഗത്തിലെ അഭിപ്രായം അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്ന തീരുമാനമാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം അച്ചടക്ക നടപടികൾ കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. കേരളത്തിൽ ചേരിതിരിഞ്ഞ് നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, ഫ്ലക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയിൽ അച്ചടക്ക നടപടിയെ സംബന്ധിച്ചും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളുകളെ എത്തിക്കുന്നതിന് നേതാക്കൾ തമ്മിലുള്ള വടംവലി ആരംഭിച്ചതും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായും കൂടുതൽ നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും ഘടകകക്ഷികൾ പോലും ശക്തമായ പ്രതിഷേധവും അതൃപ്തിയും അറിയിച്ചിട്ടും അന്തിമ പ്രഖ്യാപനം നടത്താൻ ഇതുവരെ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. ഏതായാലും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചന കേരളത്തിലെ തന്നെ നേതാക്കളാണ് നൽകിയിട്ടുള്ളത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം K മുരളീധരനും ഒപ്പം PC വിഷ്ണുനാഥും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. വൈകിട്ട് രാഹുൽ ഗാന്ധിയും ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്കൊരു അന്തിമ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. ലിജിൻ, ജിഷ്ണു, ഒരു കാര്യം കൂടി, ഈ 3 നേതാക്കളാണല്ലോ പ്രധാനമായും ഈ മുൻനിരയിൽ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം കാത്തു നിൽക്കുന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയത് KC വേണുഗോപാലിന് ഒരു നേരിയ സാധ്യത, മുൻതൂക്കമുണ്ട് എന്നായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കേരളത്തിലെ ഘടകകക്ഷികളുടെ പ്രതികരണം, അണികളുടെ ഇന്നും പോസ്റ്ററും അതോടൊപ്പം തന്നെ ഫ്ലെക്സുകളും വരുന്നു. സ്വാഭാവികമായും ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഈ 3 പേരിൽ നിന്നും ഒരു പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് ഇനിയും കഴിയാതെ പോകുന്നത്. തീർച്ചയായും 3 നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദം അവസാന നിമിഷവും തുടരുകയാണ്. ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹൈക്കമാൻഡ് തലത്തിൽ ചർച്ച നടന്നത് MLA-മാരുടെ പൂർണ്ണ പിന്തുണയുള്ളതിനാൽ KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതിൽ VD സതീശൻ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഇടയുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികളിൽ നിന്ന് അതൃപ്തി ഉണ്ടാകും. അതുകൊണ്ട് ഒന്നുകിൽ ഈ അതൃപ്തി പരിഹരിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തുന്നത്. ഘടകകക്ഷി നേതാക്കളുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കുമെന്ന് അറിയിച്ചു. അത്തരത്തിലുള്ള അതൃപ്തികൾ സമവായ ചർച്ചയിലൂടെ പരിഹരിച്ചുകൊണ്ട് KC വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുക. അതല്ല മറ്റൊരു പേരിലേക്ക് VD സതീശനിലേക്കോ രമേശ് ചെന്നിത്തലയിലേക്കോ പേര് മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുക. ഇതാണ് നിലവിൽ ഹൈക്കമാൻഡിനുള്ളിൽ നടത്തുന്ന ചർച്ചകൾ. അന്തിമ തീരുമാനം എന്ത് സ്വീകരിക്കും, അതിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായവും തീരുമാനമായിരിക്കും അന്തിമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ള നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും പിന്തുണച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ തന്നെയാണ്. അതുകൊണ്ട് KC വേണുഗോപാലിനാണ് ഇപ്പോഴും നേരിയ സാധ്യതയുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകട്ടെ എന്ന തീരുമാനം ഹൈക്കമാൻഡ് തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ മുസ്ലിം ലീഗിന്റെ ശരി ജിഷ്ണു, എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുകയാണ്. ഒറ്റപ്പേരിലെത്താൻ ഇതുവരെയും ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം അവസാനിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഹൈക്കമാൻഡ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കാമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഡൽഹിയിലെ തീരുമാനം വന്ന ശേഷം മറ്റു കാര്യങ്ങൾ നിശ്ചയിക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. ഞങ്ങളുടെ നേതൃയോഗം കഴിഞ്ഞു. തങ്ങൾക്കിപ്പോൾ മങ്കടയിൽ പോവാനുണ്ട്. ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ്. വിശദാംശങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപന വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം കാക്കുകയാണ് ലീഗും, അല്ലേ?
ലിജിൻ, തീർച്ചയായും മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ആവശ്യം മുസ്ലിം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉയരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് 10 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്ത വലിയ അതിർത്തിയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഹൈക്കമാൻഡ് ഒരു നിലപാട് എടുക്കണം എന്നുള്ള സന്ദേശം വ്യക്തമായി ലീഗ് കോൺഗ്രസിന് നൽകി കഴിഞ്ഞു. അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഇന്നത്തെ യോഗത്തിലുണ്ടായത്. ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് ശരിയല്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മറ്റ് അംഗങ്ങളും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് എടുക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് നേതൃയോഗത്തിൽ ഉയർന്നത്. എന്തായാലും ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യം, മന്ത്രിസഭ വരുമ്പോൾ അത് ലീഗിന്റെ മന്ത്രിമാർ ആരൊക്കെയാകണം എന്നുള്ള കാര്യമാണ്. ലീഗ് ഒരു 5 മന്ത്രിമാരെയാണ് പ്രതീക്ഷിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി പുറമെ മറ്റ് 4 പേരെ കൂടി നിശ്ചയിക്കേണ്ടതുണ്ട്. അതിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനും ഇന്നത്തെ യോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി പ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ലീഗ് മന്ത്രിമാരെ പ്രഖ്യാപിക്കാനുള്ള ചുമതല പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറനാട് നിന്നുള്ള PK ബഷീർ, അതുപോലെ തന്നെ മഞ്ഞളാംകുഴി അലി, മണ്ണാർക്കാട് നിന്ന് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ തുടങ്ങിയ പേരുകളാണ്, KM ഷാജി തുടങ്ങിയ പേരുകളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഒപ്പം തന്നെ കോട്ടയ്ക്കൽ നിന്ന് ആബിദ് ഹുസൈൻ തങ്ങളുടെ പേരും മന്ത്രിപട്ടികയിൽ ഉണ്ട്. ഇതിൽ നിന്ന് 4 പേരെ കൂടി കണ്ടെത്തുക എന്നുള്ള ഒരു ദൌത്യം തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ മിക്കവാറും ആബിദ് ഹുസൈൻ തങ്ങളും അതുപോലെ തന്നെ KM ഷാജിയും അതുപോലെ തന്നെ PK ബഷീറും മന്ത്രിയാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യം ലീഗ് മുഖ്യമന്ത്രി പ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടനെ തന്നെ ലീഗ് അക്കാര്യം പ്രഖ്യാപിക്കും. എന്തായാലും തങ്ങളുടെ ആശങ്ക കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അറിയിക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം UDF ചർച്ച ആവശ്യം വേണമെന്ന ആവശ്യവും ലീഗ് ഉയർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും മുസ്ലിം ലീഗും അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. രവീന്ദ്രനാണ് വിവരം നൽകിയത്. മുഖ്യമന്ത്രി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ NK പ്രേമചന്ദ്രൻ MP മുഖ്യമന്ത്രി സ്ഥാനത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് നിർഭാഗ്യകരമായ അവസ്ഥയാണ്. RSPയുടെ നിലപാട് ഹൈക്കമാൻഡിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികൾ അരുതാത്തത് ചെയ്തുവെന്ന് MM ഹസൻ പറയുന്നത് നിർഭാഗ്യകരമാണ്. ടീം UDFന്റെ ഭാഗമാണ് RSP. ഹൈക്കമാൻഡ് ക്ഷണിച്ചിട്ടാണ് തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത് എന്നും NK പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. രാഷ്ട്രീയമായ അനിശ്ചിതത്വം മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും നേതൃത്വത്തോടും ആവശ്യപ്പെടാനുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലവിളംബം കൂടാതെ എത്രയും പെട്ടെന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന CPMന്റെ നേതൃയോഗങ്ങൾ തുടരുന്നു. 2 ദിവസത്തെ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചു. കണ്ണൂർ ഘടകം ഉൾപ്പെടെ താഴെത്തട്ടിൽ പാർട്ടിക്കെതിരെ പ്രതിഷേധമുയരുമ്പോൾ ചേരുന്ന സംസ്ഥാന സമിതിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നത് യോഗത്തിന്റെ അജണ്ടയിലില്ല എങ്കിലും ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ചരിത്രപരമായ തോൽവി ഏറ്റുവാങ്ങിയ ശേഷമുള്ള ആദ്യ സംസ്ഥാന സമിതി യോഗമാണ് ചേരുന്നത്. തോൽവിയുടെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിരൂക്ഷമായ വിമർശനമാകും നേതൃത്വത്തിന് നേരിടേണ്ടി വരിക. ബ്രാഞ്ച് തലം മുതൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗം കേൾക്കാൻ തയ്യാറാണ് എന്ന് നേതൃത്വം അറിയിച്ചതിന് പിന്നാലെ ചേരുന്ന സംസ്ഥാന സമിതി യോഗമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും PBയിലും നേതൃത്വം വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. പിണറായി വിജയന്റെ ശൈലിയിലടക്കം കടുത്ത വിമർശനം താഴെ തട്ടുമുതൽ അണികൾ ഉന്നയിക്കുകയാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ സ്വജനപക്ഷപാതം, ഏകാധിപത്യ സ്വഭാവം, പാർട്ടി നയങ്ങളിലെ വ്യതിചലനം എന്നിവ ചൂണ്ടിക്കാട്ടി പിണറായി വിജയനും MV ഗോവിന്ദനും നേരെ കണ്ണൂർ ഘടകങ്ങൾ പരസ്യ പ്രതിഷേധം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സമിതി ചേരുന്നത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയിലാണ് പ്രധാനമായും നേതൃത്വം പ്രതിക്കൂട്ടിലാകുന്നത്. CPMന്റെ നയങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരിച്ചടിയായി എന്നതും വിലയിരുത്തും. ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനവും ഭൂരിപക്ഷത്തെ ചേർത്ത് നിർത്തിയെന്ന ആക്ഷേപത്തിനിടയായതും സംസ്ഥാന സമിതിയിൽ നേതൃത്വത്തിനെതിരായ കടന്നാക്രമണത്തിന് ഇടയാകും. 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലെത്തുന്നതിനേക്കാൾ വേഗത്തിൽ പാർട്ടിയിലും സർക്കാരിലുമുണ്ടായ വീഴ്ചകൾ ചർച്ചയായി എന്നതും നേതൃത്വത്തിന്റെ പരാജയമായി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടും. അതേസമയം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരുമോ എന്ന വിഷയം നേതൃയോഗങ്ങളിലെ അജണ്ടയിലില്ലെങ്കിലും ചർച്ചയുടെ ഭാഗമായി അംഗങ്ങൾ ഉന്നയിക്കും. സംസ്ഥാന സമിതിയുടെ സമാപന ദിവസം പാർട്ടി സെക്രട്ടറിയും പിണറായി വിജയനും വിമർശനങ്ങൾക്ക് മറുപടി പറയും. ശക്തമായ പ്രതിപക്ഷമായി മുന്നണിയെ നയിക്കേണ്ടി വരുമ്പോൾ തിരുത്തൽ നടപടികൾ എവിടെ എങ്ങനെ തുടങ്ങണമെന്നതും സംസ്ഥാന സമിതി തീരുമാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് കൊല്ലം നേതൃയോഗത്തിൽ ആവശ്യം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടത് കൊല്ലം ജില്ലാ നേതൃയോഗത്തിൽ മുതിർന്ന അംഗങ്ങളാണ്.
CPI ഈ രീതി തുടർന്നാൽ CPM-ൽ ലയിക്കുന്നതാണ് ഭേദമെന്ന് വിമർശനമുയർന്നു. നേതൃത്വം CPM-ന് അടിമപ്പെടുന്ന രീതി ശരിയല്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആരാണ് അധികാരം കൊടുത്തത് എന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിച്ചത് തെറ്റായ തീരുമാനമാണ്. ചാത്തന്നൂരും ചടയമംഗലത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിച്ചത് ശരിയായില്ല. ചാത്തന്നൂരിൽ BJP ജയിക്കാൻ കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ നിലപാടുകളാണ് എന്നും നേതാക്കൾ വിമർശിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം കൈവരിച്ച് TVK സർക്കാർ. 144 MLA-മാരുടെ പിന്തുണയോടെയാണ് സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചത്. അണ്ണാ DMK-യിലെ 25 MLA-മാർ TVK-യെ പിന്തുണച്ചു. 22 പേർ മാത്രമാണ് സർക്കാരിനെതിരെ വോട്ട് ചെയ്തത്. 119 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ 144 MLA-മാരുടെ പിന്തുണയോടെ ഭൂരിപക്ഷം തെളിയിച്ചു. AIADMK-യിലെ 25 വിമത MLA-മാർ TVK-യെ പിന്തുണച്ചു. AIADMK നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം TVK സർക്കാരിനെ പിന്തുണച്ചത് വിജയ്ക്ക് സഹായകരമായി. 22 പേർ മാത്രമാണ് സർക്കാരിനെതിരെ വോട്ട് ചെയ്തത്. DMK-യും BJP-യും PMK-യും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ DMK അംഗങ്ങൾ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതുകൂടാതെ 5 MLA-മാർ നിലപാട് വ്യക്തമാക്കാതെ വിട്ടുനിന്നു. വിശ്വാസം നേടിയതോടെ അടുത്ത 6 മാസത്തേക്ക് വിജയ് സർക്കാരിന് സുരക്ഷിതമായി ഭരണം തുടരാനാകും. അതേസമയം DMK സഖ്യകക്ഷിയായ DMDK TVK-ക്ക് എതിരെ രംഗത്തെത്തി. വിശ്വാസ വോട്ടെടുപ്പിന്റെ പേരിൽ കുതിരക്കച്ചവടം നടന്നെന്ന് DMDK നേതാവ് പ്രേമലത വിജയകാന്ത് വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിനിടയിൽ ആരോപിച്ചു. മുഖം മറച്ച് വിജയെ കാറിലെത്തിക്കണ്ടത് ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് DMDK ആവശ്യപ്പെട്ടു. അതിനിടെ വിജയ് തന്റെ സ്വകാര്യ ജ്യോതിഷിക്ക് സർക്കാർ പദവി നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പദവി റദ്ദു ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പുതുച്ചേരിയിൽ N രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30-ൽ 18 സീറ്റും നേടിയാണ് NDA സംസ്ഥാനത്ത് തുടർഭരണം നേടിയത്. ഊർജ്ജ പ്രതിസന്ധി മുൻപിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക തീരുമാനം. തന്റെ സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം നൽകി. ഇലക്ട്രിക് വാഹനത്തിന്റെ സാധ്യത പരിശോധിക്കുവാനും സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനോട് അദ്ദേഹം നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവരുടെ വാഹനങ്ങളുടെ എണ്ണം 50% വെട്ടിക്കുറച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രധാന തീരുമാനം. തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ഇലക്ട്രിക് വാഹനങ്ങളുടെ സാധ്യത പരിശോധിക്കാനും നിർദ്ദേശിച്ചു. ബ്ലൂ ബുക്ക് മാനദണ്ഡങ്ങൾ ലംഘിക്കാതെ പുതിയ ക്രമീകരണം നടത്താനാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്ത് ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കാൻ രാജ്യത്തെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം. നിർദ്ദേശത്തെ തുടർന്ന് സുരക്ഷാ ചുമതലയുള്ള SPG വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. സുരക്ഷയിൽ വിട്ടുവീഴ്ച വരുത്താതെ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനം. അതേസമയം മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ വാഹനങ്ങൾ 50% വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാനും ഉത്തർപ്രദേശ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. UP-ക്ക് പുറകെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ കൂടുതൽ സംസ്ഥാനങ്ങളും സമാനമായ നടപടികൾ ആരംഭിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ധനവില വർധനവിന് പിന്നാലെ കടുത്ത തീരുമാനവുമായി എയർ ഇന്ത്യ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ 3 മാസത്തേക്ക് വെട്ടിക്കുറച്ചു. പ്രതിദിനം 100 വിമാന സർവീസുകളാണ് കുറച്ചത്. ഡൽഹിയിൽ നിന്നും ചിക്കാഗോ, സിംഗപ്പൂർ, ഷാങ്ഹായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തി. സാൻ ഫ്രാൻസിസ്കോ, പാരീസ്, ടൊറന്റോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ കുറയ്ക്കുകയും ചെയ്തു. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരണപ്പെട്ട യുവാക്കളുടെ പൊതുദർശനം തുടരുന്നു. മങ്കട തസ്കർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നിരവധി പേരെത്തി. രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് ശേഷം 11 മണിയോടെയാണ് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു കുരുങ്ങൻചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റത്. വെള്ളിമല സ്വദേശികളായ ബഹാസ്, ഫഹദ്, സിയാദ്, റഹീസ് എന്നിവരാണ് മരിച്ചത്. 3 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണപ്പെട്ടവരുടെ ഖബറടക്കം 2 മണിയോടെ മലയിൽ ജുമാ മസ്ജിദിൽ നടക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ബെയ്ജിംഗിൽ. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം മൂലം ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സന്ദർശനം.
നാളെ ഷീ ജിൻപിങ്ങുമായി ട്രംപ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2ാം തവണ അധികാരത്തിലെത്തിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ ചൈനീസ് സന്ദർശനമാണ് ഇത്. വ്യാപാര തീരുവകൾ, തായ്വാൻ വിഷയം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ തുടങ്ങിയവയെ ചൊല്ലി ചൈന അമേരിക്ക ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. എന്നാൽ ഇറാൻ വിഷയമായിരിക്കും ചർച്ചകളിൽ മുൻപന്തിയിൽ നിൽക്കുകയെന്നാണ് മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇറാനുമേൽ ചൈനയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. വ്യാപാരം, മയക്കുമരുന്ന് കടത്ത് തടയൽ തുടങ്ങിയവ മുഖ്യ ചർച്ചാ വിഷയമാകും. വ്യാപാര കരാറിനെക്കുറിച്ചും ചർച്ച ചെയ്യും. ഇറാനിലേക്ക് ചൈന ആയുധങ്ങൾ നൽകുന്നു എന്നാരോപിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് അത് പിൻവലിച്ചു. ഇറാൻ വിഷയം മറ്റു സുപ്രധാന കരാറുകളെ ബാധിക്കരുത് എന്ന് അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ അഭിപ്രായപ്പെട്ടു. 3 ദിവസത്തെ സന്ദർശനം US ചൈന ബന്ധത്തിലെ നിർണായക നിമിഷമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വെറും ഔദ്യോഗിക ചടങ്ങുകൾ എന്നതിലുപരി സാമ്പത്തിക രംഗത്തും സുരക്ഷാ കാര്യങ്ങളിലും കൃത്യമായ ഫലങ്ങൾ ഉണ്ടാകാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ അറിയിച്ചു. ആണവായുധ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൈന ഇതുവരെ വലിയ താൽപര്യം കാട്ടിയില്ല എങ്കിലും ഈ വിഷയത്തിൽ നേരിട്ടുള്ള സംവാദം അമേരിക്ക വീണ്ടും ആവശ്യപ്പെടും. തായ്വാൻ വിഷയത്തിൽ നിലവിലുള്ള തൽസ്ഥിതി തുടരുന്ന നയത്തിൽ മാറ്റമില്ല എന്ന് US വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വ്യോമയാനം, കൃഷി, ഊർജ്ജം എന്നീ മേഖലകളിൽ പുതിയ കരാറുകൾ ഒപ്പിടാനും ചർച്ചകളിലൂടെ ശ്രമമുണ്ടാകും. അമേരിക്കൻ തൊഴിലാളികളുടെയും കർഷകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചൈനയുമായുള്ള വ്യാപാര ബന്ധം പുനഃക്രമീകരിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തി മുദ്രാവാക്യം മുഴക്കി. പ്രതിഷേധ മാർച്ചിന് നിരവധി നേതാക്കൾ പങ്കെടുത്തു. അതേസമയം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇൻകം ടാക്സ് ഓഫീസിലേക്കും SFI പ്രതിഷേധ മാർച്ച് നടത്തി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം താജുദ്ദീൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. സ്വർണ്ണ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ ഉയർത്തിയതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 10,200 രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് കൂടിയത്. IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 മുതൽ റായ്പൂരിലാണ് മത്സരം. 14 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 8ാം സ്ഥാനത്തുള്ള കൊൽക്കത്തയ്ക്ക് 9 പോയിന്റാണ് ഉള്ളത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.